എടാ ബഹദൂറെ ബ്രേക്ക് ചവിട്ട്. ആഹാ, അമ്മാവനും അനന്തരവനുമോ? ജ്യൂസൊക്കെ പിന്നെ കുടിക്കണ്ടേ? കള്ളന്മാര് രത്നം മോഷ്ടിച്ചോണ്ട് ഓടുന്നു. നമുക്ക് അവരെ പോയി പിടിക്കണ്ടേ? എന്തൊരു മറവിയാ. നടന്നു പോകാനാണോ പ്ലാൻ? സ്കൂട്ടർ എടുക്കടോ, അവരെ പിടിക്കണ്ടേ? സോറി പോലീസ് മാഡം. എന്റെ പേര് മുന്നി, മോഷണം എന്റെ ജോലി. ആ, എന്റെ പേര് ശീലാവതി, സ്വഭാവത്തിൽ ഞാൻ ലജ്ജാവതി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. എന്റെ അനന്തരമാ, എന്റെ കാലിവിടെ ഒട്ടിപ്പോയടാ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. മാമ ഷൂ അഴിക്ക്, പിന്നെ പതുക്കെ സാധനങ്ങളുടെ മേലെ കാല് വെച്ച് നടക്ക്. ഒന്നും പറ്റില്ലല്ലോ. ഈ അനന്തരവൻ കൂടെയുള്ളപ്പോ ഈ അമ്മാവൻ എന്ത് പറ്റാനല്ലേ? മുന്നി, രത്നങ്ങളുടെ പൊതിഞ്ഞത് സ്കൂട്ടറിലാണ് ഒളിപ്പിച്ചിരുന്നത്. അതെവിടെ പോയിന്ന് അറിയില്ലല്ലോ. ആരാ നിങ്ങള്? എന്തൊരു ബഹളം വെക്കലാണ്? എന്താണെങ്കിലും പതുക്കെ ചെയ്താ പോരെ? സോറി സർ. എല്ലാവരും ശ്രദ്ധിക്കൂ, മോഷണം നടന്നു. മോഷണം. ഇവിടെ ഉണ്ടായിരുന്ന ആന്റിക് പീസ് കാണുന്നില്ല. കണ്ണൻ കപ്പലിൽ തന്നെ ഉണ്ടാകും. വേഗം ആ ഡോർ ക്ലോസ് ചെയ്യ്. കള്ളനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നിങ്ങളല്ലേ വിളിച്ചു കൂവിയത്? എന്താ മോഷണം പോയത്? പറയൂ. ഇത് കണ്ടില്ലേ? ഈ ഒരു ടേബിൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന സാധനം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണവരെ? നിങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈ ടേബിളിന് മുകളിൽ ഞങ്ങൾ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ ടേബിൾ തന്നെ ഒരു ആന്റിക് പീസാണ്. ഇത് കണ്ടില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേബിൾ 16-ാം നൂറ്റാണ്ടിലേതാണ്. ഇതിൽ ഡേറ്റുമുണ്ട്. ഡിസംബർ 11, 1616. മനസ്സിലായോ? ഒരു മിനിറ്റ്, സത്യത്തിലെ ടേബിളും മോഷണം പോയിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലീഷിലാ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കാമാവാ, 1616 ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ ഇല്ലല്ലോ. കൊള്ളാം മോനെ, നിന്റെ ബുദ്ധി അപാരം തന്നെ. യു ആർ റൈറ്റ്. ഇതിനർത്ഥം യഥാർത്ഥത്തിൽ ഈ ടേബിൾ മോഷണം പോയി എന്നാണ്. ഗാർഡ്സ്, വേഗം പോയി എല്ലാ വാതിലുകളും ചെക്ക് ചെയ്യൂ. ഒരാൾ പോലും പുറത്തു പോകരുത്. മാമാ, സൂക്ഷിച്ച് പിടിക്ക്. സോറി
സോറി. ഒന്നിനും കുഴപ്പം പറ്റാതിരുന്നത് ഭാഗ്യം. അങ്ങനെയല്ല, ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. ഒരു ടേബിള് കാണാതായില്ലേ, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. റിയൽ ആന്റിക് ടേബിള് കിട്ടിയില്ലെങ്കിലേ അതിന് ഞാൻ തന്നെ പണം അടയ്ക്കേണ്ടി വരും. മാത്രമല്ല റെപ്യൂട്ടേഷനും ചീത്തയാവും. സർ, ടേബിള് കാണാതായിട്ടുണ്ട്. പക്ഷെ ഈ ടേബിളിലെ പ്രതിമ എവിടെ പോയി? അയ്യോ, ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വന്നാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. സെക്യൂരിറ്റി, എല്ലാവരുടെയും ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും പരിശോധിക്കേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും വേഗം ലൈനിൽ നിൽക്കൂ പ്ലീസ്. ഞങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞില്ലേ? പക്ഷെ നിങ്ങളുടെ കയ്യിലും ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യേ. അതൊന്നും വേണ്ട, പറ്റില്ല സാറേ. എന്റെ ബാഗിൽ ലഞ്ച് ബോക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്കിൾ, ബാഗിനകത്ത് ലഞ്ച് ബോക്സ് ആണെങ്കിൽ അങ്കിൾ ഇങ്ങനെ വേർത്ത് കുളിക്കുന്നത് എന്തിനാ? ഇവിടെ AC ഓൺ ആണല്ലോ. ബല്ലേട്ടാ, ഞാനൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാട്ടോ. വീട്ടു സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിരിക്കുക. ഞാൻ ചെന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. അതെ, നീ എവിടെ ചെന്നങ്ങനെ ഇരിക്കേ? പണമെന്താ മരത്തിൽ കഴിക്കുന്നതാണോ? ഓ, ഞാനിനി കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ പോയി ഫ്രിഡ്ജ് ഒഴിച്ചിടാൻ നോക്ക്. ഓ, എന്ത്? നിങ്ങൾ ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്തെന്നോ? അല്ല, അതെങ്ങനെയാണ്? ഹലോ ബെൽ അങ്കിൾ, ടങ്കാട്ടോൾഗയുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഫയലിനെ പറ്റി സംസാരിക്കാൻ പോലീസ് മാഡം വന്നിട്ടുണ്ട്. ഭലേ, ഫയൽ റെഡിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൺഡേ അതും എടുത്തോണ്ട് കോർട്ടിലേക്ക് വരും. അതിനെന്താ പോലീസ് മാഡം, നിങ്ങൾ ഒന്ന് കൊണ്ട് ആശങ്കപ്പെടണ്ട. അവിടെ ഇരിക്കും പോലീസ് മാഡം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഗംഭീര വിരുദ്ധ സൽക്കാരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെയോ? എന്തൊക്കെയാ ഓർഡർ ചെയ്തെന്ന് ഞാനൊന്ന് കേട്ടോട്ടെ. തന്തൂരി ചിക്കൻ, അൽഫ്രാം ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി, മട്ടൻ ചില്ലി, ചിക്കൻ റോസ്റ്റ്, 20 ബട്ടർ നാൻ. ഇതെന്തൊക്കെയാ ഓർഡർ ചെയ്തിരിക്കുന്നേ? ഇതൊക്കെ ആര് കഴിക്കാനേ? കൊള്ളാലോ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നിങ്ങളുടെ പാർസൽ. സാറേ, ബില്ല് 2000 രൂപ. അയ്യോ, പോലീസ് മാഡം, എന്റെ പേഴ്സ് ഞാൻ വീട്ടിൽ വെച്ച് മറന്നെന്നാണ് തോന്നുന്നത്. ഇന്ന് മാഡം തന്നെ ഈ ബില്ലൊന്ന് പേ ചെയ്യാമോ? അടുത്ത പാർട്ടി എന്റെ വക തന്നെ ആയിരിക്കും. ആ ഭലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് കണ്ടോ? ഇതാണ് എന്റെ പിശുക്കനായ ഭർത്താവ് സാർ. എന്തൊക്കെ നാടകം കളിച്ചിട്ടാ പോലീസ് മാഡത്തിനെ കൊണ്ട് കാശ് കൊടുപ്പിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ഒരു കാലത്ത് നന്നാവില്ലെന്നേ. ആരോടും പറയരുത് കേട്ടോ. എന്റെ ലക്കി അണിയുടെ അത്ഭുതം കണ്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞല്ലോ. നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇവിടെ തന്നെ ഉണ്ട്, ഈ ബല്ലയുടെ പക്കൽ. ആരാ അവിടെ? ഞാനാ റോസാപ്പൂവ്. ഞാനാ ചെണ്ടുമല്ലി. ഓ, അത് കൊള്ളാമല്ലോ. അവിടെ ആരായിരുന്നു? അതാരുമില്ല അനന്തരവാ. അവര് റോസാപ്പൂവും ചെണ്ടുമല്ലിപ്പൂവുമായിരുന്നു. ഇതെന്താണ്? ഇതെങ്ങനെയാണ് പൂക്കൾ സംസാരിച്ചു തുടങ്ങിയത്? അത് ശരിയാണല്ലോ, ഞാൻ ഈ കാര്യം ഓർത്തതേ ഇല്ല. അതൊന്ന് നിന്നേ, നിങ്ങൾ കേറാ. ഇങ്ങനെ അധികാരത്തോടെ എന്റെ ഓഫീസിലേക്ക് വരുന്ന എന്തിനാണോ? We are from income tax. നിങ്ങളുടെ ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്താൻ വന്നതാണ്. എല്ലാ ഫയലുകളും മേശപ്പുറത്ത് തുറന്നു വെക്ക്. എന്താ ഇൻകം ടാക്സ് റെയ്ഡോ? പക്ഷെ സാർ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിത്യേനയുള്ള ചിലവ് വഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്റെ ബല്ല സാറേ, എന്താ ഇവിടെ നടക്കുന്നത്? ഇവർ ഇൻകം ടാക്സിന്റെ റെയ്ഡിന് വന്നതാണത്രേ. മങ്കാഡെങ്ക, അവിടെ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? ഇയാൾ ബല്ലായുടെ A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇയാൾ ഒരു നമ്പർ 1 ഡിറ്റക്റ്റീവാണ്. നമ്മൾ ഇയാളെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ ബല്ല ഇയാളെ രക്ഷിക്കാൻ 1-2 കോടി രൂപ മുടക്കിയെന്ന് വരും. അത് ഉറപ്പാണ്. നിന്റെ ഉദ്ദേശം നന്നായിരിക്കുന്നു ചങ്ക. പക്ഷെ ഒരു രഹസ്യാന്വേഷകനെ പിടിച്ചിട്ട് അത് നമുക്ക് 8ന്റെ പണി ഉണ്ടാക്കരുത്. എടാ പൊട്ടാ, ചങ്ക പറയുന്നതിൽ കാര്യമുണ്ടെന്നേ ഞാൻ പറയൂ. മാത്രമല്ല, നമ്മുടെ ഈ ഗുണ്ടായുസത്തിൽ കൂടുതൽ സ്കോപ്പ് ഒന്നും പ്രതീക്ഷിക്കാനുമില്ല. അതൊക്കെ ശരി. ഇങ്ങടുത്തു വന്ന എന്റെ പ്ലാൻ ഒന്ന് കേൾക്ക. ഇത് ഉഗ്രം തന്നെ പങ്ക.
ഉം. ഹാ. എന്റെ അനന്തരവാ, രാവിലത്തെ ഈ തണുത്ത ശുദ്ധമായ കാറ്റിൽ ഇങ്ങനെ ജോഗിങ് ചെയ്യുമ്പോ ഒരു പ്രത്യേക സുഖം കിട്ടുന്നുണ്ടല്ലേ? ഹായ് ടൺ 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 ടൺ, ഹായ് ഹായ് ടിറ്റിറ്റാ ടിറ്റിറ്റാ. നിങ്ങൾ എത്ര നന്നായിട്ടാ ജോഗിങ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡിനെ പോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ജോഗിങ് ചെയ്യുന്ന ആളാണ്. എന്നേക്കാൾ ഫാസ്റ്റായി അങ്ങേർക്ക് ഓടാൻ കഴിയില്ല. അല്ല എന്റെ സാറേ, ഈ ആമകൾ ഓടാറുണ്ടല്ലോ, നമുക്കൊരു റേസ് നടത്തി നോക്കിയാലോ? അതിനെന്താ, റേസ് നടത്താമല്ലോ. ആരാണ് ആമയെന്നും ആരാണ് മുയലെന്നും നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ. അയ്യോ അതങ്ങ് വിട്ടേക്കും മാമ. ബോഡി ഫിറ്റ് ആവാനല്ലേ ജോഗിങ് ചെയ്യുന്നേ, അല്ലാതെ മെഡൽ വാങ്ങിക്കാനല്ലല്ലോ. അത് പറ്റില്ല അനന്തരവാ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എങ്കി വാ സാറേ, നമുക്കൊരു റേസ് നടത്താം. ഈ ഗാർഡന് ചുറ്റും ഒരു റൗണ്ട് ഓടിയാൽ മതി. ആരാ ഫസ്റ്റ് വരുന്നെന്ന് നമുക്ക് നോക്കാം. എടാ അനന്തരവാ, നീ ഒന്ന് സ്റ്റാർട്ട് പറഞ്ഞേ. ഓക്കേ അമ്മാവ, റെഡി സ്റ്റഡി ആൻഡ് ഗോ. അയ്യോ എന്റെ കൊഞ്ഞ. Uh